നമ്മൾ ഈ മാർത്തോമാ സ്ലീവ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നത് സർവ്വടത്തും കൊണ്ടുപോയി ഈ സ്ലീവ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടല്ല. പലരുടെയും ചിന്ത എല്ലായിടത്തും കാണുന്നിടത്തെല്ലാം കൊണ്ടുപോയി മാർത്തോമാ സ്ലീവ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് സംതൃപ്തിയായി, ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. അല്ല, അത് കാണുമ്പോൾ ആരെ ഓർക്കണം? ഈശോ ഉദ്ധാനം ചെയ്തെന്നോ ഓർക്കണം. ആ വലിയ ഒരു യാഥാർത്ഥ്യം നമ്മൾ പ്രഘോഷിക്കുക. അത് പ്രഘോഷിക്കാതെ ചുമ്മാ അതിൻ്റെ ആകൃതിയും പ്രകൃതിയും കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഫ്ലവറിങ് ക്രോസ്, റിസറക്ഷൻ ക്രോസ്. എന്തുകൊണ്ടാണ് നമ്മൾ ദേവാലയങ്ങളിൽ റിസറക്ഷൻ ക്രോസ് വെക്കണമെന്ന് പറയുന്നത്? നമ്മൾ ആരാധിക്കുന്നത് ഉദ്ധിതനായ, മരിച്ച ഉദ്ധാനം ചെയ്ത കർത്താവിനെയാണ്. അതുകൊണ്ടാ ചിലരുടെയൊക്കെ വിചാരം ഈ ക്രൂശിത രൂപവും മാർത്തോമാ സ്ലീവായും രണ്ടും ശത്രുക്കളാണ് എന്നാണ്. അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് മരിച്ചെന്ന് നമുക്ക് ആർക്കാണ് സംശയം? കുരിശ് നമ്മൾ വണങ്ങുന്നത് തന്നെ കർത്താവ് മരിച്ചു, കർത്താവിന്റെ മരണത്തിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ അവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്, കാരണം അവൻ ഉദ്ധാനം ചെയ്തു. അതാണ് ഈ അടയാളം നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം അടയാളങ്ങൾ, ഇതൊന്നും വിഗ്രഹങ്ങളല്ല. ക്രൂശിത രൂപവും വിഗ്രഹമല്ല, മാർത്തോമാ സ്ലീവായും വിഗ്രഹമല്ല, അല്ലേ? ഇതിനെ വിഗ്രഹങ്ങളാക്കുന്നതാണ് കുഴപ്പം. ഇതെല്ലാം പ്രതീകമാണ്. ഒരു വലിയ യാഥാർത്ഥ്യത്തേക്ക് നമ്മളെ ധ്യാനിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഉദ്ധിതനായ ഈശോയെ കുറിച്ച് നമ്മളെ ധ്യാനിക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു പ്രതീകമാണത്. അത്രയേ ഉള്ളൂ അത്. നമ്മൾ എന്തുകൊണ്ടാണ് പൗരസ്ത്യ സഭകള് മധുബഹായിൽ ഈ മാർത്തോമാ സ്ലീവ വെക്കുന്നത്? കാരണം ഈ ഉദ്ധാനം ചെയ്ത ഈശോയെ ആരാധിക്കുന്ന ഒരു സമൂഹം ആ റിസറക്ഷൻ ക്രോസുകളിലാണ് വെക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിനൊരു അടയാളത്തിന്റെ അപ്പുറത്ത് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല.